മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ മറുപടി ഇതായിരിക്കും, അയ്യോ സാറേ ഇത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല സാറേ. ഇപ്പൊ നിങ്ങൾ ചോദിച്ചു നമ്മുടെ കേസ് എന്തായെന്നുള്ളത്, എന്റെ പല പ്രേക്ഷകർക്കും ചോദിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഞങ്ങളുടെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി, ഇപ്പൊ നമ്മള് പരിവാഹനിലൊക്കെ നോക്കുകയാണെങ്കിൽ ഫൈന്, ഇൻഷുറൻസിന്റെ എക്സ്പയറി ഇതൊക്കെ കാണാം. ഇൻഷുറൻസ് കമ്പനി ചെയ്യുന്നത് ടോട്ടൽ ലോസ് ചെയ്യണം, വണ്ടിന്റെ RC ക്യാൻസൽ ചെയ്യണം, സാൽവേജ് ലോസ് ചെയ്യുവര്. പക്ഷെ ഇത് എവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. കമ്പനിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാലല്ലേ കമ്പനീൻ്റെ സർവീസ് ഹിസ്റ്ററിയിൽ വരത്തുള്ളൂ. ഇവർ പുറമെ വെച്ചിട്ട് ക്ലെയിം സെറ്റിൽ ചെയ്യും. അങ്ങനെയാകുമ്പോൾ സർവീസ് ഹിസ്റ്ററിയിലും വരത്തില്ല. അപ്പോൾ ഈ ടോട്ടൽ ലോസോ സാൽവേജ് ലോസോ വണ്ടിയിൽ ആക്സിഡൻറ്റോ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലെയിം പരിവാഹനിൽ റിപ്പോർട്ട് ചെയ്യപ്പെടണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കേസ് കൊടുത്തിരിക്കുന്നത്. അത് സെൻട്രൽ ഗവൺമെൻറ്റിനെതിരെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹൈക്കോടതി ഈ എല്ലാ പാർട്ടിക്കും, അതായത് IRDA, മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, ഇവർക്കൊക്കെ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ മറുപടി ഇതായിരിക്കും, അയ്യോ സാറേ ഇത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല സാറേ, ഇത് സെൻട്രൽ ഗവൺമെന്റ് ആണ് സാറേ. അങ്ങനെ മറുപടിയെ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. കാരണം വിവരാവകാശ നിയമപ്രകാരം ഇതിനു മുമ്പ് നമ്മൾ ചോദിച്ചിരിക്കുന്ന പല ചോദ്യത്തിനും ഇങ്ങനത്തെ മറുപടി തന്നെയാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് തന്നിരിക്കുന്നത്. എന്തായാലും ഇതിനൊരു സൊല്യൂഷൻ നമ്മൾ എന്തായാലും നിയമപരമായിട്ട് ഉണ്ടാക്കും. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സാധാരണക്കാരൻ യൂസ് കാർ എടുക്കുന്ന ടൈമിൽ ഒരിക്കലും പറ്റിക്കപ്പെടരുതെന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ അത് എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ യൂസ്ഫുൾ ആണ്.